ഹായ് വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തല്ലേ നിങ്ങൾ കണ്ടത്. കണ്ടന്റിന് പുറമെ ഇവക്ക് വേറെ കുറേ കഴിവുകളുണ്ട് കേട്ടോ. ആരോടും പറയാണ്ട് എന്തായാലും മനസ്സിൽ വെച്ച കുറേ കഴിവുകളുണ്ട്. മനസ്സിൽ വെച്ചതല്ല, പുറത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് വൈഡായി കാണിച്ചില്ല. അടുത്തുള്ള 2-3 ആൾക്കൊക്കെ കാണിച്ചു കൊടുത്തുള്ളൂ. ഞാൻ കാണിച്ചിറങ്ങ് കാണിച്ചു കൊടുക്ക്. എൻ്റെ കാണല നമ്മളെ ചെറിയ കഴിവുകളാണെങ്കിൽ കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കും. ഇനി ക്രിയേറ്റീവ് സാധനം കാണിച്ചു കൊടുക്ക്. എന്താ സംഭവം അല്ലാണ്ട് അനക്ക് സംഭവമായിരിക്കില്ല. ഇതും ചെയ്യാത്ത ആൾക്കാരുണ്ടോ? അത് ഇതിന്റെ കാര്യം ഇതെങ്ങനെ പറഞ്ഞു? എന്താ സംഭവം നടന്നത്? ഇതൊക്കെ ബോട്ടിൽ ഇങ്ങനെ ഒപ്പിക്കുന്ന അതൊക്കെ ഇവിടുന്ന് എവിടെന്നേലൊക്കെ കിട്ടുന്നു. എടേന്നൊക്കെ എടുത്തുകൊണ്ടുവന്നത് കൊറേ ഇതിനൊക്കെ കിട്ടുന്നത് ആ ബോട്ടിലെല്ലാം. കാണിച്ചു എന്താ ചെയ്തെന്ന് കാണിച്ചു. ഇത് കുപ്പിന്റെ മോളെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച്. ടിഷ്യൂ പേപ്പർ? അത് പെയിന്റ് അടിച്ചാ? കളർ സ്പ്രേ പെയിന്റ് ഒന്നല്ല, സാധാ പെയിന്റ് ഉണ്ടാവില്ല നമ്മള് ഇതില് പേപ്പറിനൊക്കെ അടിക്കുന്നേ, ആ പെയിന്റ് അടിച്ച് അതിന്റെ മോളൊരു ഗോൾഡൻ സാധനം തേച്ചു കൊടുത്തു. മറ്റേതോ? ഇത് നമ്മളെ സാധനം വാങ്ങിക്കുമ്പോ അങ്ങനെ കെട്ടിത്തരില്ലേ, ചാക്കിന്റെ നൂല് എന്ന് പറയുന്നത്. മറ്റേ പീടിയെന്നൊക്കെ വാങ്ങിക്കുമ്പോ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, കെട്ടല്ലോ. ഇപ്പം കെട്ടലില്ല. നമ്മളെ സാധാ നാട്ടിൻപുറത്തൊക്കെ ഒളി കെട്ടിത്തരൊക്കെ ചെയ്യും പേപ്പറിൽ പൊതിഞ്ഞ്. മനസ്സിലായി. പക്ഷെ എന്നാലും കൊറേ കളറായി പോയി തോന്നുന്നു. അതിന്റെ മുകളില് മറ്റേ ഇത് തയ്ച്ചതാ, മഴത്തുള്ളി മാതിരി തോന്നാൻ വേണ്ടിട്ട്. അത് ഗ്ലൂ ഗണ്ണില്ലേ, ആ ഗ്ലൂ ഗണ്ണ് മാരക ഡിസൈനൊക്കെ ചെയ്തേനി. എവിടെയും കണ്ടി ചെയ്തല്ലോ കേട്ടോ, എന്റെ സ്വന്തം ക്രിയേഷൻ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഉണ്ടാക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ സമയം ഇപ്പൊ സമയമില്ല. അടുത്ത മാരക സാധനം വരുന്നുണ്ട് ഗായ്സ്. ഇത് മാരകൊന്നല്ല, ഇത് മറ്റേ ഇതില്ല നമ്മളെ ഈ പുറമത്തെ തൂണൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോയി. ഇത് ഈ സാധനം ഇല്ലതാ, പക്ഷെ ഇത് പെയിന്റാന്ന് തോന്നുന്നേ. മനസ്സിലായി. ചിലതിന് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഒരു തരി കൊണ്ടുവരും. അപ്പൊ അതിട്ടാണ് എനിക്ക് വാപ്പറ്റ കൊണ്ടു തന്നേനു. അങ്ങനെ ഇതൊക്കെ എത്ര കൊല്ലങ്ങൾ മുമ്പ് ഉണ്ടാക്കിയാണ്? ഞാൻ എത്രയില്ല, 9th-ലോ 10th-ലോ പഠിക്കുമ്പോ ഉണ്ടാക്കിയതാ. നിങ്ങൾ ഈ അടുത്തുണ്ടാക്കിയതാ കേട്ടോ. ഇതൊക്കെ നമ്മളെ കല്യാണത്തിന്റെ ഒക്കെ എത്രയോ മുമ്പ് ഉണ്ടാക്കിയ സംഭവം. 10th പഠിക്കുമ്പോ ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയല്ലേ ഈ? 9th-ലോ പഠിക്കുമ്പോ ഉണ്ടാക്കിയതാ. ഇപ്പൊ പിന്നെ മടിയല്ലത്തിന്. ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാതൊക്കെ ഇല്ല. എന്താ മറ്റേ അല്ല, ഇത് മറ്റേ നമ്മളെ എന്താ പറയാ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മാതിരി ഉണ്ടല്ലോ. ഇതെന്താ കൈ വേനാവോ? പോകുന്നില്ലെങ്കിൽ പേടിക്കാൻ വേണ്ട, ഒക്കെ ഞാന് മാരകമായിട്ട് അമ്മ ചെയ്ത് ഒട്ടിച്ചതാണ്. ഇത് മറ്റേതില്ല, മറ്റേ ബീച്ചില് പോയ ഷെല്ലില്ലേ, ഷെല്ല്. അപ്പൊ ബീച്ചിൽ പോയപ്പോ എടുത്തോണ്ടോന്നാ ഷെല്ല്. അത് ഞാൻ കുപ്പിമേലാക്കി. ഇത് സോഡന്റെ കുപ്പിയാ. ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല. ഇവളെ പരിപാടി എങ്ങനെ അറിയാം നിങ്ങൾക്ക്? അങ്ങനെ പ്ലാൻ ചെയ്തുള്ള പരിപാടി ഒന്നുമല്ല. അവൾക്ക് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അപ്പൊ ഒരു ഐഡിയ തരും അല്ലേ? അപ്പൊ എന്താ അവിടെ അവൈലബിൾ ആയ സാധനങ്ങൾ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന. ഇത് ഈ പെയിന്റ് ഒക്കെ വാപ്പ മറ്റേ വണ്ടിക്ക് അടിക്കാൻ വാങ്ങിക്കൂലേ. വേറൊരു സംഭവം ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഈ വീട്ടിൽ മൊത്തം എന്താ പറയാ 3D പെയിന്റ് ഒക്കെ അടിച്ചിന്. അതിന്റെ ഫോട്ടോ ഉണ്ട്, വേണം വീട് കൊടുക്കാം. 3D പെയിന്റ് ഒക്കെ അടിച്ചിന്. പിന്നെ നമ്മളെ കല്യാണ സമയത്ത് റീപെയിന്റ് അടിച്ച സമയത്ത് എല്ലാം പോയി. വേറെ കാണിച്ചത് പൊട്ടി പോയി കഴിഞ്ഞ എന്ത് ചെയ്യും? എന്റെ കൈമന്ന് പോലെ പൊട്ടിയാലോ? ഇതെന്താന്ന് വെച്ചാല് ഇതെനിക്ക് എന്റെ മൂത്തമ്മ ഒരു ടൈമില് ഇജിമുക്ക അത് ട്രെൻഡ് ചെയ്യുന്നു, അത് ഉണ്ടാക്കുന്ന. അതായത് നമ്മളെ ഡ്രസ്സിനനുസരിച്ച് കളറിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചോണ്ടി തന്നേനു. അപ്പൊ ഞാൻ അതുകൊണ്ട് കൊറേ ജുംക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ സാധനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ എന്താക്കി, ആ ജുംക്ക് പിന്നെ ഞാൻ ഇടലില്ലേ കേട്ടോ, അതൊക്കെ മുറിച്ച് വെട്ടി ഇങ്ങനെ ആക്കി. ഇങ്ങനെ കുറെ ഹിഡൻ ടാലന്റുകൾ ഉണ്ട്.
അത് മാത്രമല്ല പിന്നെ നല്ല വരയ്ക്കിട്ടോ. ഏത് ഇതോ മോളുള്ള ഇത് ആ ഫ്ലവർ മനസ്സിലാകുന്നില്ലല്ലേ ഉണ്ടാക്കിയാണല്ലോ കേസ്. ഞാൻ വിചാരിച്ച ഒറിജിനലാണ്. ഒറിജിനൽ മീൻസ് പീടിയെന്ന് കിട്ടുന്ന വാങ്ങിക്കാൻ കിട്ടും. നമ്മള് പ്രത്യേകം വെക്കുന്നു. അത് വാങ്ങിച്ചത് അത് ഞാൻ പറ്റിക്കണ്ട വാങ്ങിച്ചെന്നറിയാം. സ്ട്രോ ആണെന്നോട്ട്. ഓ അത് ശരിക്കും ഞാൻ എപ്പോഴാണ് അടിച്ചാന്ന് സ്ട്രോ ആണെന്നുള്ളത്. ഓ കഴിവ് ഞാൻ അറിഞ്ഞില്ല എന്റെ ഭാര്യക്ക് ഇത്രയും കഴിവുള്ള കാര്യം. അതിനുള്ളിൽ തെർമോക്കോളം കണ്ടില്ല, അതൊന്നും ഒന്നും ആക്കിയില്ല. പിന്നെ മടി വന്നു, അതൊക്കെ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടോ. ഞാൻ അറിയേനും പക്ഷെ എനിക്ക് അറിഞ്ഞില്ല ഇത്രത്തോളം കഴിവുണ്ടെന്നുള്ള കാര്യം. ഒരു സ്ട്രോ വെച്ചൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല, കാരണം ഇന്ന് വലുതോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് വലിയ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ ഞാൻ കണ്ടു, ഫ്ലവർ പോട്ടും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാധനം എനിക്ക് സ്ട്രോ എന്നുള്ള കണ്ടപ്പോൾ ശരി നല്ല ക്യൂരിയോസിറ്റി. ഈ എന്താ പറയാ ഈ സ്ട്രോന്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ, പച്ചയും മഞ്ഞയും ഉണ്ടോ. ശരിക്കും ദൂരത്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു ഫ്ലവർ മാരിക്കല്ലേ, അടുത്ത് നോക്കുമ്പോൾ ഫ്ലവർ മാരി ഉണ്ട്, ദൂരത്ത് നോക്കുമ്പോൾ ഫ്ലവർ മാരി ഉണ്ട്. ആ വേറെ സാധനം കാണിച്ചെടുക്കാ അവാർഡുകള് എന്താ എന്താ ഇതൊക്കെ കളറ് മാറി, ഇത് വൈറ്റ് കളറാണ്. മറ്റേതില്ല നമ്മള് ഷർട്ടിന്റെ അടിയിലൊക്കെ ഒരു സ്പോഞ്ച് കോളറിന്റെ മുകളിൽ വെക്കുന്നത് ആ സ്പോഞ്ച്. ആ അറബിയിൽ എഴുതി കാണിച്ചെടുക്ക്. ആ ഇങ്ങനെ എഴുതിയല്ലത്. മറ്റേ നൂലുണ്ട് ഇത് കൊറേ എഴുതിനു, എവിടൊക്കെ വായിപ്പോയി. ഇതൊക്കെ ഞാൻ തന്നെ ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചേക്കും. ഫ്രെയിം ചെയ്യിപ്പിച്ച മതി, പേപ്പർ കൊണ്ട് ഉണ്ടാ കൊറേ മുന്നേ. പക്ഷെ ഫ്രെയിം ചെയ്ത് വെക്കല്ലേ കുറച്ചൊരു. എന്താന്ന് വെച്ചാല് ഞാൻ ഇത് നോക്ക് പേപ്പറൊക്കെ വൃത്തിയേടായിരിക്കും. ഞാൻ കേട്ടു പറഞ്ഞു, ഞാൻ ഒന്നിനായിട്ടും എക്സ്ട്രാ സാധനം വാങ്ങിച്ച് അതിനായിട്ട് ഇരുന്ന് ഇതൊന്നല്ല. ഇതൊക്കെ നമ്മള് സാധാ പെയിന്റ് ഇല്ലേ അടിക്കുന്ന ആ പെയിന്റും ആ ബ്രഷ് കൊണ്ടും ഇത്, അല്ലാണ്ട് പെന്നോണ്ടോ മനസ്സിലാവും. അതാ പെൻ ബ്രഷ് കൊണ്ട്. ഇതിപ്പോ എഴുതാനുള്ള പെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായത് പറഞ്ഞു എത്രയോ മുന്നേ. അപ്പൊ ഇത് ഫ്രെയിം ചെയ്തൊക്കെ വാങ്ങിക്കട്ടോ ഇനി. അല്ല ശിക്കാം, വൃത്തി വേണ്ടേ? ഈ പേപ്പർ എന്ന് പറയുന്നത് എന്തോ നല്ല പേപ്പറൊന്നും അല്ല. ചിലപ്പോ ഇതിന്റെ ബാക്കിൽ എന്താ എഴുതിയൊക്കെ പേപ്പർ നമുക്കൊരു സ്വന്തം അറിയോ ഒരു വലിയ ഫ്രെയിം വാങ്ങിച്ചിടാം. എന്റെ അനി ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല എന്റെ കഴിവുകള്. ഇത് ഞങ്ങക്ക് അവസരങ്ങളുടെ എന്താ പറയാ സാധ്യതകളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ. അവൾക്ക് സുഖമില്ല, തീരെ സുഖമില്ല. നമ്മളിപ്പോ ഇന്നലെ മുതൽ എന്താ പറയാ പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് കാണിച്ചു വന്നു അല്ലെ. ഇപ്പൊ നോക്കേ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ് എന്നെ എണീപ്പിച്ചുകൊണ്ട് എന്നോടുള്ള സ്നേഹം കണ്ടോ. അവള് ഇന്നലെ തൊട്ട് ഞാൻ അവളെ ഇതാക്കിയില്ല. അവള് നമുക്ക് സുഖമില്ലാണ്ട് നമ്മള് ഒരു മൂലക്കൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും അത് കൂടുകയുള്ളൂ. നമ്മളെന്തെങ്കിലും ആക്റ്റീവ് ആവണം. അത് ഇതിൽ കമന്റ് ചെയ്ത ആൾക്കാര് പനി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തില്ലേ, പിന്നെ നമ്മളിങ്ങനെ കിടക്കുമ്പോ നമുക്ക് കിടക്കാതെ അതെ നമ്മളിങ്ങനെ കിടക്കുമ്പില്ലേ നമുക്ക് കിടക്കാതെ ടെൻഡൻസി കൂടിക്കൊണ്ട് ഇല്ല. സത്യസന്ധമാണല്ലോ പറയും, നമ്മള് കിടക്കുമ്പോ നമുക്ക് ഉറക്കിന്റെ ക്ഷീണം പിന്നെയും കൂടും. ആ സമയം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചിങ്ങനെ മൈൻഡ് മാറും. എന്താ ഈ കുളികയെ പൊട്ടിയെ കുത്തിരിക്കുന്നത്? വെറുതെ ഇങ്ങനെ വന്ന് നോക്കണേ ഗൈസ്. ഇത് ഓളുണ്ടാക്കി കൊടുത്ത കൊട്ട നമുക്ക് മാപ്പക്കും മറ്റേ മെഡിസിൻസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഓരോ മെഡിസിൻസ് ഒക്കെ ഇട്ടക്കാൻ വേണ്ടിട്ട് ഓരോട് ഓൾക്ക് ഉണ്ടോ മാരക കൊട്ടാണ്. ഇതെന്തറിയോ? എന്താ പേപ്പർ ന്യൂസ് പേപ്പർ ഇല്ലേ? ഓ അങ്ങനെ എത്ര കട്ടി വന്നപ്പോ ന്യൂസ് പേപ്പർ ചുരുട്ടിട്ട് എങ്ങനെ ആക്കുന്നത്?
ടാലന്റ് എടുക്കുക. ഇതൊക്കെ ഒരു സമയമാകുമ്പോല്ലേ ഇവിടേക്ക് എത്തുമ്പോ ചിലപ്പോ എനിക്ക് മടിയാവും. ഞാൻ ഈ മാതിരി അപ്പൊ പിന്നെ ഉമ്മ വരും, നിർത്തല് ഫുൾ. അതുകൊണ്ട് എന്താ ഉപകാരമായില്ലേ? ഇതേമാതിരി കൊറേ സാധനങ്ങളുണ്ട്. ഞാൻ സൈഡിലൊക്കെ നമ്മൾ ഫ്ലവർ പോട്ട് ഇല്ലേ അതൊക്കെ ഉണ്ടാക്കി. അതൊക്കെ പിന്നെ പോയി കൊറേ ഇതൊക്കെ കൊറേ ആയി. കൊറേ നിങ്ങൾ വിചാരിക്കും അടുത്താണ്, ഇത് അടുത്തൊന്നല്ല എപ്പോഴോ ഉള്ളതാ. എത്രയോ അല്ലേ?